ഹലോ, നന്ദികാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു അഷ്ടമി വിശേഷമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളോർക്കും ഒരഷ്ടമി ഈ ഡിസംബറിലൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, പിന്നെ ഇത് ഏത് അഷ്ടമി എന്ന്? ഇത് കുംഭാഷ്ടമിയാണ് കേട്ടോ, വൈക്കത്തെ കുംഭാഷ്ടമി. അപ്പോൾ ഇത് നമ്മുടെ വൈക്കത്തെ അമ്പലത്തിൽ തന്നെ നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഈ ചടങ്ങിന് പോയിരിക്കുമായിരുന്നു. നല്ല രസമുള്ള കാഴ്ചകളാണ്, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. തിരക്കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. അത് കാരണം നമ്മളിങ്ങനെ സ്കൂട്ടറിലാണ് പോയത്. അപ്പോൾ ഇങ്ങനെ നിരങ്ങി കാരണം നമ്മുടെ ഫ്രണ്ടിൽ ആന പോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നിരങ്ങി വേണം. അപ്പോൾ കുഞ്ഞാവയും കൂടെ കയ്യിലുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ മാത്രമൊക്കെ ഉള്ളത്, അതൊക്കെ കാണണേ. അപ്പോൾ കുംഭാഷ്ടമിയുടെ വിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അതിൻ്റെ ഒരു ഐതിഹ്യമൊക്കെ എനിക്കറിയാവുന്ന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് കുംഭാഷ്ടമി എന്ന മാശി അഷ്ടമി ഏറെ പ്രാധാന്യത്തോടെയാണ് കേട്ടോ നമ്മുടെ വൈക്കത്തുകാരെ ആഘോഷിച്ച് വരുന്നത്. ഇത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെയും പിന്നെ അതുപോലെ തന്നെ ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം, വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഏകദേശം 6 കിലോമീറ്റർ അപ്പുറത്തായിട്ടുള്ള കള്ളാട്ടുശ്ശേരി കൊട്ടാരം, കുറുക്കശ്ശേരി കൊട്ടാരം, വാഴമന കൊട്ടാരം എന്നിവിടങ്ങളിലൊക്കെ വിപുലമായ ക്രമീകരണങ്ങൾ, അതായത് നല്ലൊരു ആഘോഷത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വൃശ്ചിക മാസത്തിൻ്റെ അഷ്ടമിയാണ് നമ്മൾ ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അത് വൈക്കത്തിന് പുറത്തുള്ളതും എവിടെ നിന്നൊക്കെയാണോ ആളുകൾ വരുന്നത് അവിടെ നിന്നൊക്കെ വന്ന് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ 12 ദിവസത്തെ വൈക്കത്ത് അഷ്ടമി എന്നുള്ളത്. അത് നമ്മുടെ മൊത്തം എല്ലാവരും കൂടെ ആഘോഷിക്കുന്നതിനാൽ അത് വരുത്തരുടെ അഷ്ടമി എന്നും പറയും കേട്ടോ, നമ്മുടെ വൈക്കത്ത് അഷ്ടമി. അപ്പോൾ ഇത് നമ്മുടെ കിഴക്ക് വശത്തുള്ള ആ ഒരു സ്ഥലത്തോട്ട് മാത്രം പോകുന്ന അഷ്ടമിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നാട്ടുകാരുടെ അഷ്ടമി എന്നാണ് കേട്ടോ പറയുന്നത്. പഴമക്കാർ പറയുന്നതാണ്. പുത്രനായ ഉദയനാപുരത്തപ്പനും പിതാവായ വൈക്കത്തപ്പനും ഒന്നിച്ച് വൈക്കം ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള വാഴമന, കുറുക്കശ്ശേരി, കള്ളാട്ടുശ്ശേരി എന്നീ ഭാഗങ്ങളിലേക്ക് എഴുന്നള്ളത്തുകളാണ് കുംഭാഷ്ടമിയുടെ പ്രത്യേകത. പഴയ കാലത്ത് ഈ ഭാഗങ്ങളിലെ ഭൂമി നമ്മുടെ വൈക്കത്തപ്പൻ്റെ ആയിരുന്നുവെന്നും വർഷത്തിലൊരിക്കൽ ഭൂമിയും ഇവിടുത്തെ കൃഷികളും കാണുന്നതിനായിട്ട് വൈക്കത്തപ്പൻ പുത്രനും ഒന്നിച്ച് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. വൈകിട്ട് 5-ന് ശേഷം ഉദയനാപുരത്തപ്പൻ എഴുന്നള്ളി വൈക്കം ക്ഷേത്രത്തിലെത്തുകയും അപ്പോൾ നമ്മുടെ കൊടിമരച്ച് വീട്ടിലിങ്ങനെ അച്ഛനെ നോക്കി പിതാവിനെ നോക്കി നമ്മുടെ ഉദയനാപുരത്തപ്പൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴേക്കും വൈക്കത്തപ്പൻ പുറത്തേക്ക് എഴുന്നള്ളി വരികയും ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം വെച്ച ശേഷം ഏകദേശം 6 മണിയോടെ കിഴക്കേ ഗോപുരം കടന്ന് ദേശ അതിർത്തിയായ കള്ളാട്ടുശ്ശേരിയിലേക്ക് എഴുന്നള്ളും. വൈക്കത്തപ്പനെയും ഉദയനാപുരത്തപ്പനെയും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വാഴമന കൊട്ടാരം, കുറുക്കശ്ശേരി കൊട്ടാരം, കള്ളാട്ടുശ്ശേരി കൊട്ടാരം എന്നിവിടങ്ങളിലൊക്കെ ഇറക്കി പൂജ നടത്തും. അപ്പോൾ ഈ വരുന്ന ആ ഒരു സീൻ കണ്ടു. ഇതിപ്പോൾ വൈക്കത്തപ്പൻ അങ്ങോട്ട് വരും കേട്ടോ. ഈ പറയുന്ന കുറുക്കശ്ശേരി കൊട്ടാരത്തിലോട്ടാണ് ഈ വരുന്നത്. ആ ഭാഗത്തെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ചെറിയ അമ്പലങ്ങളുണ്ട്. അവിടെ വെച്ച് ഭഗവാനെ ഇറക്കി പൂജ നടത്തും. അതിനുശേഷം പൂജയും നിവേദ്യമൊക്കെ നടത്തി അങ്ങനെ ഓരോരോ ക്ഷേത്രത്തിലേക്ക് പോയി ഇറക്കി പൂജ നടത്തും. അങ്ങനെ ആഘോഷപൂർവമായ അവർ നൽകുന്ന സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും തിരിച്ച് 2 മണിക്ക് ശേഷം വൈക്കം ക്ഷേത്രത്തിലേക്ക് പോകും. അവിടെ വെച്ച് നമ്മുടെ ഉദയനാപുരത്തപ്പന് നമ്മുടെ അഷ്ടമി പോലെ തന്നെ ആ സമയത്ത് യാത്രയപ്പ് നൽകുന്ന പോലെ യാത്രയപ്പ് നൽകി ഉദയനാപുരത്ത് അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കൊണ്ട് കുംഭാഷ്ടമിയുടെ ചടങ്ങുകൾ അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആ വൈക്കത്തപ്പനൊക്കെ വരുന്ന ആ സമയത്ത് കാണുന്ന ആ ഒരു നൃത്താവിഷ്കാരമായിട്ടോ നമ്മുടെ വൈക്കത്തപ്പനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതി എല്ലാവരും കൂടെ ചെന്ന ഡാൻസൊക്കെ ആയിട്ടോ. നൃത്തം ആണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് കണ്ടു. അതുപോലെ തന്നെ ചെണ്ടമേളം ഒക്കെ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ കുംഭാഷ്ടമി കൂടിയിട്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കൂടാൻ വന്നേ കേട്ടോ. നമുക്കും വൈക്കത്തുകാരായിട്ട് നമുക്കങ്ങ് കൂടിയേക്കാം കുംഭാഷ്ടമി. അപ്പോൾ അടുത്ത കുംഭാഷ്ടമിക്ക് എല്ലാവരും വരണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.